H1B വിസ നിരക്ക് US വർദ്ധിപ്പിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് ദേശതാൽപര്യം സംരക്ഷിക്കുന്നതിനാകണം വിദേശ നയമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഇന്ത്യക്കുള്ളത് ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന പ്രസ്താവന രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കും. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, എന്തായാലും കോൺഗ്രസ് ഈ വിഷയം ആയുധമാക്കി കഴിഞ്ഞു അല്ലേ? ഇത്രയും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സർക്കാർ ഇതിൽ എന്തെങ്കിലും കടുത്ത വിമർശനത്തിന് മുതിരുമോ? ഇനിയിപ്പോൾ നമുക്കറിയാം, തുടർച്ചയായി തന്നെ അമേരിക്കയിൽ നിന്നുണ്ടാവുന്ന ഈ ഒരു നടപടികളിലെല്ലാം ഉള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിൽ ഇതുകൂടി ആകുമ്പോൾ എന്തായിരിക്കും ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുള്ള നടപടി? കോൺഗ്രസ് ഇതിനെ എങ്ങനെ ആയുധമാക്കാൻ ശ്രമിക്കുന്നു? റോഷ്നി, H1B വിസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് ഇതിൽ ഉന്നയിക്കുന്നത് ഈ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാകണം വിദേശ നയം എന്നുള്ളതാണ്. അതുമാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. അതായത് ആലിംഗനവും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീമ്പിളക്കലും പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം. നിലവിലത്തെ ഈ വിസ സമുദായത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഇന്ത്യക്കാരാണ്. കാരണം H1B വിസ ഉള്ളത് 70% ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ നേരത്തെ 2017 ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഈ വിസ കാര്യത്തിൽ, പ്രത്യേകിച്ച് H1B വിസ കാര്യത്തിൽ ഒരു തരത്തിൽ ചർച്ചയും അന്ന് ട്രംപുമായി മോദി നടത്തിയിരുന്നില്ല. അന്ന് ഇതേ വിമർശനം, അതായത് ഇന്ത്യക്കുള്ളതൊരു ദുർബലനായ പ്രധാനമന്ത്രിയാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഫീസ് വർധന നിലവിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതേ വിമർശനം, അതായത് ഇന്ത്യക്കുള്ളതൊരു ദുർബലനായ പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനം രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പവൻ ഖേര അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ 8 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു അതിപ്പോൾ സംഭവിച്ചു എന്ന വിമർശനവും ഉന്നയിക്കുന്നു. പ്രധാനമായും ട്രംപ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നൊക്കെയാണ് എക്കാലവും പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സൗഹൃദം ഉണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് മേൽ തീരുവ, അതിനു പിന്നാലെ ഇപ്പോൾ ഇത്തരത്തിൽ H1B വിസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള അധിക ചുമത്തൽ, അതൊക്കെ വലിയ തരത്തിൽ തന്നെ രാജ്യത്ത് തിരിച്ചടിയാകുന്നുണ്ട്. അക്കാര്യത്തിൽ രാജ്യ താൽപര്യ സംരക്ഷണത്തിൽ മോദി പരാജയപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയിലേക്ക് നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിൽ ദുർബലമായ വിദേശ നയത്തെ തുറന്നു കാട്ടുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും എന്തായിരിക്കും കേന്ദ്രം ഇതിൽ എടുക്കാൻ പോകുന്ന നിലപാടെന്ന് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഫീസ് വർധന ഉണ്ടാക്കിയപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് വലിയ പ്രതികരണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷേ പ്രത്യേകിച്ച് വ്യാപാര കരാർ അമേരിക്കയുമായി ചർച്ചയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുക. അത്തരത്തിൽ വലിയ കരാറുകളൊക്കെ നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു വിലയിരുത്തലുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഒരു മൗനത്തിലേക്ക് പോകുക കേന്ദ്ര സർക്കാർ എന്ത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയെ കടന്ന് ആക്രമിച്ച് ഇതിൽ വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷത്തെ പാർട്ടികളും. വലിയ തരത്തിൽ ഇത് പ്രതിപക്ഷം ആയുധമാക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം. റോഷ്നി, ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. രാജ്യത്തിനകത്ത് തന്നെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു നടപടി അത് രാജ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. അതിൽ രാജ്യത്തിനകത്ത് തന്നെ അത് ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്.